നമസ്കാരം, 9-1 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടായാൽ കോന്നി ചൈനാമുക്കിനെത്തിയാൽ കാർത്തിക ഇലക്ട്രോണിക്സിൽ ഒരു മുറിക്കുള്ളിൽ പവർ ഗ്ലാസ് കണ്ണട വെച്ച് വേഗത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നന്നാക്കി നൽകുന്ന ഒരാളെ കാണാൻ കഴിയും. അതാണ് കോന്നി മങ്ങാരത്ത് പുത്തൻ വീട്ടിൽ മുരളി മോഹൻ. ആദ്യകാല ഇലക്ട്രോണിക്സ് റിപ്പയർ ശൃംഖലയിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് കാർത്തിക ഇലക്ട്രോണിക്സ് ഉടമ പ്രദീപ് പറഞ്ഞു. എന്റെ സ്ഥാനത്ത് മുരളീച്ചേട്ടന് 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി ഇവിടുത്തെ സീനിയർ ടെക്നീഷ്യനാണ്. വേറെ ടെക്നീഷ്യന്മാരുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ പുള്ളിയാണ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. പുള്ളി രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് കടയിൽ വരും. 8 മണി വരെ എന്നും വർക്കുണ്ടാവും. സമയം നോക്കിയൊന്നും അല്ല. പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് സ്ഥാപനത്തിനോട് വളരെ കൂറുള്ള ഒരാളാണ്. എല്ലാം ഓഡിയോ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള ഫോറിൻ സെറ്റുകൾ ഇവിടെ കാണാം. സോണി അങ്ങനെയൊക്കെയുള്ള സെറ്റുകൾ, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ അഡ്വാൻസ്ഡായിട്ട് എല്ലാ സാധനങ്ങളും. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതേ ചെയ്യുന്നുള്ളില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. അതിവേഗം വളരുന്ന ഇലക്ട്രോണിക്സ് യുഗത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഈ 70-കാരൻ. 52 വർഷമായി ഇലക്ട്രോണിക് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൊഫഷനോടുള്ള താല്പര്യം ഒട്ടും കുറയാതെ തന്റെ ഇടതു കണ്ണിന്റെ കാഴ്ച നഷ്ടമായിട്ടും വലത് കണ്ടുകൊണ്ട് ഏറ്റവും പവർ കൂടിയ ഗ്ലാസ് ഉപയോഗിച്ച് ഇപ്പോൾ കാർത്തിക ഇലക്ട്രോണിക്സിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറന്ന് ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം. സ്വന്തം സ്ഥലമായ വി കോട്ടയത്തു നിന്നും ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയാത്തതിനാലാണ് കോന്നിയിലെ ചൈനാമുക്കിനടുത്ത് തന്നെ താമസമാക്കിയതെന്ന് മുരളി മോഹൻ 9-1 ന്യൂസിനോട് പറഞ്ഞു. 52 കൊല്ലം കഴിഞ്ഞു. ഗുരു എന്ന് പറയുമ്പം പിന്നെ മെയിൻ എൻ്റെ അച്ഛൻ തന്നെ. പുള്ളി കൽക്കട്ട ഡിപ്ലോമയാണ് ഇലക്ട്രോണിക്സ്. അദ്ദേഹമാണ് ആദ്യത്തെ ഒരു പാർട്ട് തന്നിട്ട് ഇത് ഇന്നതാണ്, ഇതിൻ്റെ വിധത്തിൽ വർക്ക് ചെയ്യും എന്നൊക്കെ ആദ്യം പറഞ്ഞു. അന്നൊരു 8-9 വയസ്സേ കാണുള്ളൂ എനിക്ക്. 14-ാമത്തെ വയസ്സിൽ ഒരു വാൽവ് റെഡി അസംബിൾ ചെയ്തു. പഠിച്ചു 12 പോളിടെക്നിക്കിൽ പോയി. ഇലക്ട്രോണിക്സ് തന്നെയായിരുന്നു. കാരണം ഇതിലെ എവിടെ വരെ എത്താം അവിടെ വരെ എത്തണം എന്നുള്ളതാണ്. ഇപ്പോഴും തന്നെ പഠിച്ചോണ്ടിരിക്കുക. വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഉണ്ട്, സൗദി അറേബ്യയിൽ. വലിയ മാറ്റമൊന്നുമില്ല, തിയറിയെല്ലാം സെയിം അല്ലേ. ടി വി എന്ന് പറയുമ്പോൾ LED ആയാലും പിന്നെ മറ്റേ CRT ആണെങ്കിലും ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഇത് പിന്നെ കമ്പനി ഏതാ, ഒന്ന് ജപ്പാൻ്റെ ആയിരിക്കും, ഇത് ഒന്ന് ഇന്ത്യയുടെ ആയിരിക്കും എന്നുള്ളത്. അല്ലാതെ കപ്പാസിറ്ററിന് പകരം കപ്പാസിറ്റർ അല്ല വേറൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അവിടെ പോയിട്ട്. ഇത് അവിടെ ചെന്നപ്പോൾ പുതിയ രീതിയിലുള്ള സാധനം അങ്ങനൊന്നുമല്ല. എനിക്കത് തോന്നിയില്ല. ഞാൻ TV ചെയ്യുന്നുണ്ട്. LED TV ആയാലും മറ്റേ CRT TV ആയാലും ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോ ഓവന്, ഇൻഡക്ഷൻ കുക്കർ, ഹോം തിയേറ്ററുകൾ, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ. അതിനകത്ത് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പിന്നെ ഇതിൻ്റെ ഈ സോക്കറ്റ് പോവും, ഈ ചാർജിങ് സോക്കറ്റ് പോവും. അത് സോൾഡർ ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. ടോർച്ചല്ല, ഞാൻ വാച്ച് റിപ്പയറിങ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷെ മൊബൈൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ സൗദി അറേബ്യ മൊബൈൽ സർവീസ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തോളം മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ മൊബൈലല്ല, പണ്ടത്തെ ചെറിയ മൊബൈൽ. അതുകൊണ്ട് എന്തും കിട്ടിയാലും ചെയ്യും. മനസ്സും ഈ ആഗ്രഹം പഠിക്കുമ്പോൾ ഇതൊരു കലയായിട്ട് തന്നെ കാണുന്നുള്ളൂ. എവിടെ സമയം പോകുന്ന അറിയത്തേയില്ല. രാത്രി ചിലപ്പോൾ 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അത്ര. പിന്നെ പോലീസുകാരൊക്കെ വന്ന് SI ഒക്കെ വന്നിട്ട് കടയടയ്ക്കാൻ മണി 12 കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബം പിന്നെ ഭാര്യ, 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. അവരെ അയച്ചു. അവർക്ക് മക്കളൊക്കെ ആയി. ഇല്ല, അവര് പിന്നെ വേറെ രീതിയിൽ തിരിഞ്ഞു. അവരുടെ ഇഷ്ടത്തിന് വിട്ട്. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കത്തില്ല. അപ്പം അവള് പിന്നെ മൂത്തവളാണെന്നുണ്ടെങ്കിൽ അവള് ബ്യൂട്ടീഷ്യനാണ്, ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. പിന്നെ കൊച്ചുമോളാണെന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ടീച്ചറാണ്, സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ അവൾക്ക് ഈ ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. പേപ്പർ കൊണ്ട് ഈ മേശ കസേരയൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അത് അവരുടെ ഇഷ്ടത്തെ ഞാനങ്ങ് വിട്ടു. 2 പേരും BCom വരെ പോയി. കണ്ണിന് കാഴ്ചയുണ്ട്.
പക്ഷേ പിന്നെ ഈ ഒരു കണ്ണ് അനങ്ങത്തില്ല, ഇടത്തെ കണ്ണ് അനങ്ങത്തില്ല, അത് മൂവ് ആവത്തില്ല. ഈ കണ്ണ് ഹോസ്പിറ്റലിൽ കാണിക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെ ആ അത് വലിയ എക്സ്പെൻസീവ് ആണ്. അത് തന്നെയല്ല, കുറച്ചാൾ മുമ്പ് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടൊരു 8 കൊല്ലമായി. അപ്പം ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം പിന്നെ അമ്മ ഒത്തിരി പ്രായമായിരുന്നു, കൂട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയെ നോക്കാൻ നിൽക്കണം. അപ്പോൾ അത് പിന്നെ ആട്ടം വിചാരിച്ചു, അതങ്ങനെ പിന്നെ ആട്ടേക്ക് പോയി. ഇപ്പൊ ഇനി ചെയ്യാൻ പറ്റത്തില്ലേ ഇനി ചെയ്യാം. ഞാൻ ഒരു കുറവിരിക്കട്ടെ. പക്ഷെ ഇത് എനിക്ക് എൻ്റെ പണിയെ ബാധിച്ചിട്ടില്ല ഇതുവരെ. പുതിയ തലമുറ ഇപ്പൊ ഒരുപാട് പേര് ഇലക്ട്രോണിക്സ് പാസ്സായി പഠിച്ചൊക്കെ വരുന്നത്, അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഇത് പിന്നെ പൈസയ്ക്ക് വേണ്ടി ഇത് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതൊരു കലയായിട്ട് തന്നെ വിചാരിച്ച് അതിന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ശരിക്ക് കഷ്ടപ്പെട്ടെങ്കിലേ അല്ലെങ്കിൽ ഇത് അടുത്ത ഒരു ഇത് വരുമ്പം അന്നേരം നമുക്ക് അവിടോട്ടേക്ക് എത്തിപ്പറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ വാൽവാണ് പഠിച്ചത്. അവിടുന്ന് ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശ്രമം കൊണ്ട് തന്നെ, പ്രയത്നം. അതുപോലെ രായും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ശരിയാണ്. 50 കഴിഞ്ഞവർ വാർദ്ധക്യ അവശതകൾ പറഞ്ഞ് കൂടി ഇരിക്കുന്നവർക്ക് ഒരു അപവാദമാണ് ഈ 70-കാരൻ മുരളി മോഹൻ. 9 മലയാളം ന്യൂസ്, കോന്നി.